ലിസ ഡോക്ടറെ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഇതിന് റിപ്ലൈ തരാമോ? കാൽമരവിപ്പിന് 1 ഇയർ ആയുർവേദം കഴിച്ചു, ശരിയാവാതെ അലോപ്പതി ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്തു. റൊമാറ്റിക് ഫാക്ടർ 380 ആയിരുന്നു. അതിന് സ്റ്റിറോയിഡ് മെഡിസിൻ എടുത്താണ് ശരിയായത്. ആയുർവേദത്തിൽ അവരെന്താ എനിക്ക് ശരിയായ മരുന്ന് തരാഞ്ഞത്? നമ്മൾ വാട്സാപ്പിൽ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടാവാം. ശരിക്കും നമ്മളെ നാട്ടിലെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. എല്ലാ പേഷ്യൻസിനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കിട്ടുന്നില്ല എല്ലാവർക്കും. ഒരു അസുഖത്തിന് നമ്മളൊരു ട്രീറ്റ്മെന്റിന് പോയാൽ 1 വർഷമായിട്ടും അവർക്ക് യാതൊരു ഫലവും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിലല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. 1-2 ആഴ്ചക്കുള്ളിൽ പൂർണ്ണമായി മാറണം എന്നല്ല, അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ കണ്ടു തുടങ്ങണം. മനസ്സിലാവും അതെ, ഇത് അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അത് ചെറിയ രീതിയിൽ ഒരു കുറവ് കാണണം. അല്ലാതെ നമ്മൾ 1 വർഷത്തോളം അത് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അവർ പറഞ്ഞത് അതിനുശേഷം അലോപ്പതി ഡോക്ടറെ കാണിച്ച് അതിന് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ ശരിയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണ വിവരം ലഭ്യമല്ല. ഇപ്പോഴും ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ സ്റ്റോപ്പ് ചെയ്തിട്ടും അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതായത് സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ വേദനയൊന്നും ഇല്ല എങ്കിൽ അത് സക്സസ് ആണ്. അതെ, ഇപ്പോഴും സ്റ്റിറോയിഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അസുഖം മാറി എന്നല്ല, തൽക്കാലം സപ്രസ് ചെയ്തു, നിങ്ങൾ ആ ലക്ഷണങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അസുഖം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തിന് വലിയ വ്യത്യാസം വരുന്നില്ല. എന്ന് വെച്ചാൽ അസുഖങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ മെഡിസിന്റെ സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് എല്ലാവരും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആവണം എന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ആയുർവേദത്തിന്റെ ഒരു പോരായ്മ തന്നെയാണ്. നമ്മളുടെ സയൻസിൽ എല്ലാ അറിവുകളും സ്കാറ്റേർഡ് ആയിട്ടാണ് ഉള്ളത്. അത് ഓരോ ഡോക്ടേഴ്സും മനസ്സിലാക്കുന്നത് പല രീതിയിലായിരിക്കാം. അതിന്റെ പോരായ്മയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അതിന് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ, ആദ്യഘട്ടം എന്ന് ഉദ്ദേശിച്ച് ഒരു 3-4 വർഷമായിട്ട് അവർക്ക് വേദനയൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതെന്ന് ഡയഗ്നോസ് ചെയ്യാത്ത പേഷ്യൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വരുവാണെങ്കിൽ നമ്മൾ ആ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് RA ഫാക്ടർ ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടാറുണ്ട്, ഒരുവിധ എല്ലാ പേഷ്യൻസിലും തന്നെ. പക്ഷേ ഒരു ഘട്ടം കൂടി കഴിഞ്ഞ് ചില പേഷ്യൻസ് വരുന്ന വെച്ചാൽ കുറേ നാൾ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടോ പിന്നെ എന്തുകൊണ്ടോ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പണ്ടത്തെ പോലെ വേദന അങ്ങ് ശമിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ വരും ചില പേഷ്യൻസ്. നമ്മൾ സ്റ്റിറോയിഡൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മളെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവർക്ക് നല്ല വേദന ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാള് സ്റ്റിറോയിഡും പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്ത് സപ്രസ് ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇവര് വേദന കൂടുന്നതല്ല, അത് യഥാർത്ഥത്തിൽ ആ ഒരു അസുഖത്തിന്റെ കണ്ടീഷൻ പ്രകടമായിട്ട് കാണുന്നതാണ്. അപ്പം പെയിൻ കില്ലേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള വേദന അവരെ അറിയുമല്ലോ. അപ്പോൾ കുറച്ച് നാൾ നമ്മളുടെ മെഡിസിൻ അവരിൽ ഏൽക്കുന്നത് വരെ കുറച്ച് നാൾ നല്ല പെയിനും ഒക്കെ ഉണ്ടാവും. ആ വേദന കുറച്ച് നാൾ അവർ സഹിക്കേണ്ടി വരും. അപ്പോൾ ആ സഹിക്കുന്ന ആ സമയത്ത് അവർ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. രോഗിക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും ഇത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ ഞാനും വളരെ പ്രയാസം അനുഭവിക്കാറുണ്ട്. അല്ല, ഞങ്ങളൊരു എക്സ്പീരിയൻസിൽ അത് ആ ഒരു കടമ്പ കടന്ന പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും മാറുന്നുണ്ട്. ആ കടമ്പ കടക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ വീണ്ടും സ്റ്റിറോയിഡിലേക്ക് പോയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒരു മാജിക്കൽ റെമഡി ആയിട്ട് നമ്മളൊരു മെഡിസിൻ തരുന്നതല്ല. നമ്മൾ പറയുന്ന പോലെ പഥ്യക്രമങ്ങളും അവരുടെ ജീവിതചര്യയൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഈ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ പറഞ്ഞ രീതിയിൽ പഥ്യം ഫോളോ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കും നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. പല പല ഘട്ടങ്ങളിലായിട്ട് പേഷ്യൻസിന് പല പ്രയാസങ്ങളും വരാറുണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന പേഷ്യൻസിന് നല്ല റിസൾട്ട് ഉണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വരുന്ന പേഷ്യൻസിന് അതേപോലെ തന്നെ പല ആയുർവേദ ട്രീറ്റ്മെന്റും അലോപ്പതി ട്രീറ്റ്മെന്റും ഒക്കെ എടുത്ത് ശരീരത്തിന് പല രീതിയിൽ വ്യത്യാസം മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാത്ത പേഷ്യൻസിൽ പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ ദീർഘകാലം സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റും പെയിൻ കില്ലേഴ്സും ഒക്കെ എടുത്ത് അതുപോലെ ആയുർവേദ ട്രീറ്റ്മെന്റും എടുത്ത് ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിച്ച രോഗികൾക്ക് നമ്മളുടെ ട്രീറ്റ്മെന്റിലൂടെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദുർഘടമാണ്. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്.